എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. തോന്നൂർക്കര ബാസ് ആൻഡ് സ്റ്റാർസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും കുട്ടികൾക്കും നാട്ടുകാർക്കുമായി ബേസിക് ലൈഫ് റെസ്ക്യൂ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ വൈശാഖ്, സുധീഷ്, വാർഡ് മെമ്പർ സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കുട്ടികളെ, എൻ്റെ കൂട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ബാസ് സ്റ്റാർസ് കലാകായിക വേദി ഏകദേശം ഒരു 25 കൊല്ലത്തിലും അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ പല കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പണ്ട് ബോയ്സ് എന്ന പേരിലും പിന്നീട് കുന്താണി ബോയ്സ് എന്ന പേരിലും പിന്നീട് 2010 രജിസ്റ്റർ ചെയ്ത് ബാസ് സ്റ്റാർസ് ക്ലബ് എന്ന പേരിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാം ഐക്യത്തോടും കൂടി ഏകദേശം ഒരു 16 കൊല്ലത്തോളം നമ്മൾ ഈ ഒരു ബാസ് സ്റ്റാർസിന്റെ കൊടക്കീഴിൽ ഒത്തിരി പ്രവർത്തനങ്ങളും ഒരു ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും എല്ലാം അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ക്ലബ്ബ് മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ രക്ഷാധികൾ കടന്നു വരുന്നുണ്ട്, കുറെ കുട്ടികൾ കടന്നു വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ക്ലബിന് ഒരു കോട്ടം പോലും സംഭവിക്കാതെ ഇത്രയും നാള് നമ്മളെല്ലാവരും ചേർത്ത് നിർത്തിയത് നിങ്ങളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും സഹകരണവും എല്ലാം തന്നെയാണ്. ഓക്സിജൻ ഉണ്ടോ നോക്കും. ശരി, ഓക്സിജൻ ഉണ്ടെന്ന് എങ്ങനെ നോക്കും? പേപ്പർ കത്തിച്ചിടുന്നു. പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? കത്തുന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ട്. അതല്ലാതെ ഓക്സിജൻ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും? ഫാന് കെട്ടിയിറക്കും. പിന്നെന്ത് ചെയ്യും? പിന്നെന്ത് ചെയ്യും? ബക്കറ്റ് കെട്ടിയിറക്കും. പിന്നെ നമ്മൾ ഈ തൂപ്പൊക്കെ കെട്ടി ഇറക്കിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടാക്കുക. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ എന്താവും? ഓക്സിജന്റെ സർക്കുലേഷൻസ് കൂടും. മനസ്സിലായോ? ഇപ്പൊ പേപ്പർ കത്തിച്ചിടുന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പേപ്പർ കത്തിച്ചിട്ട് താഴെ ഇടുമ്പോൾ ആ പേപ്പറിന് കത്താൻ ആവശ്യമായ ഓക്സിജൻ അവിടെ ഉണ്ടാവും. ആ പേപ്പർ കിടന്നോടെ ആ ഓക്സിജൻ തീർന്നു വെച്ചാൽ നമ്മളെന്ത് വിചാരിക്കും? ഓക്സിജൻ ഉണ്ടെന്നാണ് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല? ശ്വസിക്കാൻ പറ്റില്ല, സഫോക്കേഷൻ ഉണ്ടാവും, നമ്മൾ ബോധന്നിട്ട് പോകും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട് അറിയോ? +2 ടീംസിന്, 10th ടീംസിന് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്? പറ, എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്? 21% ഓക്സിജൻ ഉണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ. ഇപ്പൊ നമുക്ക് ശ്വസിക്കണമെങ്കിൽ എത്ര ശതമാനം ഓക്സിജൻ വേണമെന്ന് അറിയോ? അറിയോ? ആരും അറിയില്ലേ? കോപ്പി ചെയ്തിട്ടെ 21% ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അത് 20% ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, സഫോക്കേഷൻ വരും, അതായത് ശ്വാസം മുട്ടൽ വരും. മനസ്സിലായോ? അപ്പോ നമ്മൾ കിണറിലോട്ട് ഇറങ്ങുമ്പോൾ അതിൽ ഫുൾ സർക്കുലേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇറങ്ങാൻ. ക്ലബ്ബ് സെക്രട്ടറി ജിഷ്ണു മോഹൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി PR രജീഷ്, ക്ലബ്ബ് പ്രസിഡന്റ് PS ശരത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സൂരജ്, സായൂജ്, ഫൈസൽ, ശ്രീജിത്ത്, നവാസ്, അസറു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് കഴിഞ്ഞ മാസം ദുബായിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ക്ലാസിക് ഫിസിക് കോമ്പറ്റീഷനിൽ സമ്മാനം നേടിയ മണികണ്ഠൻ സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ബാക്ക് ടു സ്കൂളോ? ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെയാ എടുക്കുക? അയ്യോ, ബാഗ്, വാട്ടർ ബോട്ടില്, നോട്ട്ബുക്ക്,
ടിഫിൻ ബോക്സ് ഞാൻ എന്തൊക്കെ എടുക്കുക? അതൊക്കെ അവിടെ വെക്കിന് ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499 ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടിൽ, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിന്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർ വാലിക്കുണ്ട് പോരിട്ടങ്ങള്.